മട്ടന്നൂർ നഗരസഭ മുൻ ചെയർമാനും മന്ത്രി കെ ശൈലജയുടെ ഭർത്താവുമായ ഭാസ്കരൻ മാസ്റ്റർ കയ്യേറ്റം ചെയ്തുവെന്ന് പാർട്ടിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്ന് കണ്ണൂർ ജില്ലാ നേതൃത്വം. എന്നാൽ തെരഞ്ഞെടുപ്പ് ദിവസം ഭാസ്കരൻ മാസ്റ്റർ തന്നെ പരസ്യമായി ശാസിച്ചുവെന്ന് മഹിളാ അസോസിയേഷൻ പ്രവർത്തക ഷീല രാജൻ സമ്മതിക്കുന്നു. വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഷീല രാജൻ വ്യക്തമാക്കി. വിഷയം നിയമസഭയിലും ഇന്ന് ചർച്ചയായി. മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പെരിഞ്ചേരി വാർഡിൽ CPIM സ്ഥാനാർത്ഥിയുടെ പോളിംഗ് ഏജന്റായിരുന്നു മഹിളാ അസോസിയേഷൻ പഴശ്ശി സൗത്ത് വില്ലേജ് സെക്രട്ടറി ഷീല രാജൻ. LDF പ്രവർത്തകർ ഓപ്പൺ വോട്ട് ചെയ്യുന്നതിനെ പ്രിസൈഡിംഗ് ഓഫീസർ തടഞ്ഞു. ഇക്കാര്യത്തിൽ ഇടപെടാൻ ഭാസ്കരൻ മാസ്റ്റർ തയ്യാറായില്ല. ഉടൻ ഇടപെടണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ പോകാനല്ലേ പറഞ്ഞത് എന്ന് ഭാസ്കരൻ മാസ്റ്റർ പറഞ്ഞു. മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ തന്നെ ശാസിച്ചത് വിഷമമുണ്ടാക്കിയെന്ന് ഷീല രാജൻ വിശദീകരിക്കുന്നു. എന്നാൽ തന്നെ കയ്യേറ്റം ചെയ്തു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഷീല രാജൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും നുണപ്രചരണം മാത്രമാണിതെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനും പറഞ്ഞു. ഇടതുപക്ഷത്തിനും CPM-നും തിളക്കമാർന്ന വിജയം വന്നപ്പോൾ അതിൽ അസഹിഷ്ണുത പൂണ്ടിട്ടുള്ള ആളുകൾ നടത്തുന്ന നുണപ്രചരണത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയമ നടപടിയും അത് സംബന്ധിച്ച് ആരംഭിച്ചിരിക്കുകയാണ്. വിഷയം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഉന്നയിച്ചു. മുഖ്യമന്ത്രി രാഷ്ട്രീയത്തിന് അതീതമായി ഇടപെടണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. എന്നാൽ പ്രചരണം വാസ്തവ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. മട്ടന്നൂരിൽ LDF-നുണ്ടായ അഭിമാനകരമായ വിജയത്തിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിനു വേണ്ടി മനഃപൂർവ്വമായി കെട്ടിച്ചമച്ചതാണ് ഇത്തരമൊരു വാർത്ത എന്ന് ഏതൊരാൾക്കും മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസെടുക്കേണ്ട ഒരു പ്രശ്നം ഇപ്പോൾ ഉയർന്നു വന്നിട്ടില്ല. റിപ്പോർട്ടർ കണ്ണൂർ, തിരുവനന്തപുരം.